അതുപോലെ പഴയ ഒരു കഥയുണ്ട്. കൃഷ്ണനെ കാണാൻ പോയ കുചേലൻ അവൽ ഈ കൊണ്ടുകൊടുത്തപ്പോഴേക്കും അത് വാരിക്കഴിക്കുന്നതിനിടയിൽ ഈ ഐശ്വര്യങ്ങളെല്ലാം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഭാര്യയെ കയ്യിൽ കയറി ഒരു പിടിപിടിച്ചു കൃഷ്ണനെ. അതുപോലെ ഭാര്യയെ കുറിച്ച് എന്താണ്? അതാണ് ഏറ്റവും വലിയ എൻ്റെ വിജയം. അതാണ് ഞാൻ ആർക്ക് എന്ത് സഹായങ്ങൾ ഒരു ഒബ്ജക്ഷനും ഇല്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, എന്തിനു കൊടുക്കുന്നു എന്നുപോലും ഇന്ന് വരെയും ചോദിച്ചിട്ടില്ല. ഹെൽപ്പാണ് അതിന്, ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. അതെൻ്റെ നാട്ടിലും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. പല പ്രസംഗങ്ങളിലൊക്കെ എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. എൻ്റെ വൈഫിൻ്റെ ഫുൾ സപ്പോർട്ടാണ് അതിൽ. ഒരാൾക്ക് ഇന്ന് വരെ 10 പൈസ കൊടുക്കുമ്പോൾ എന്തിനാ അത്രയും കൊടുക്കും, 9 പൈസ കൊടുത്താൽ പോരെ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ 11 പൈസ കൊടുക്കാൻ പുള്ളിക്കാരി പറയും. അതാണ് എൻ്റെ ഏറ്റവും വലിയ. അല്ലെങ്കിൽ നടക്കില്ല, തീർച്ചയായും അല്ലെങ്കിൽ നടക്കില്ല. ഇപ്പൊ ഞാൻ 10 രൂപ കൊടുക്കുമ്പോൾ വേണ്ട 5 രൂപ കൊടുത്താൽ മതി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ 11 ആക്കാം പുള്ളിക്കാരത്തി, ഇഷ്ടമാണ്. മനസ്സിലായേ? അതാണ്. അതുകൊണ്ട് ആ ഒരു വിജയം കൂടി ഉണ്ട് എനിക്ക്. ഭാര്യയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സുമന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. ബിസിനസ്സിലൊക്കെ എന്നെ സഹായിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9-10 വർഷമായിട്ട് എൻ്റെ കൂടെ അക്കൗണ്ട്സും കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നല്ല രീതിയിൽ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. ഒരു ഹെൽപ്പും ഒരു സപ്പോർട്ടും എല്ലാം. ഇപ്പം ആളിലൊക്കെ പറയണം പുള്ളിക്കാരത്തി വന്നതിന് ശേഷം എനിക്ക് ഐശ്വര്യം ഉണ്ടെന്ന് പറയണ്ട. അത് പൊതുവെ പറയാറുണ്ട്, എല്ലാ പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയാണ്. എന്തായിരുന്നാലും ഒരു അരമണിക്കൂർ കൊണ്ട് ശരിക്കും ഞാനൊരു ഇന്റർവ്യൂ ആണോ ചെയ്തത്, അതൊരു കഥ കേൾക്കുകയായിരുന്നു എന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ഇതൊക്കെ എൻ്റെ ഒരു വലിയ അനുഭവങ്ങളാണ്. നിങ്ങൾ വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിപ്പോ എൻ്റെ ജീവിതത്തിന്റെ നാഴികക്കല്ലിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ്. ഞാൻ അത്ര താഴെക്കടയിൽ നിന്ന് വന്ന ഒരാള് നിങ്ങൾ എൻ്റെ ഓഫീസിൽ വരാനും എനിക്കൊരു ഇന്റർവ്യൂ തരാനും ഒക്കെ ഉണ്ട് സാഹചര്യം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും തീർച്ചയായും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണത്. മനസ്സിലായോ? അപ്പൊ ഞാനെന്നും ദൈവത്തിനോടും എല്ലാവരോടും കടപ്പെട്ടാണ്. എന്തായിരുന്നാലും ഇനിയും മുന്നോട്ടുള്ള വഴികളിൽ ഉയർച്ചകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാനും ദൈവത്തോട് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. വളരെയധികം സന്തോഷം. പ്രദീപിനെ കാണാനും പരിചയപ്പെടാനും സന്തോഷം. തിരിച്ചും ഓക്കെ, താങ്ക് യു.